GST പരിഷ്കരണം നാളെ മുതൽ രാജ്യത്ത് നിലവിൽ വരികയാണ്. കേരളത്തിലുമടക്കം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയതുമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനമടക്കം നടത്തിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നേട്ടമുണ്ടാകും എന്നുള്ളതാണ്, സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ചതാണ് എന്നുള്ളതാണ്. നേരത്തെ സ്വാഭാവികമായും ഇത്തരം GST പരിഷ്കരണം വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്നായിരുന്നു നമുക്ക് അടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. വളരെ ചെറിയൊരു പ്രസംഗമാണ്. അദ്ദേഹം രാജ്യത്തിനാകെ വലിയ ഗുണമുണ്ടാകുന്ന ദീപാവലിയോടെ തൊട്ട് മുമ്പ് ഒരു വലിയ പരിഷ്കാരം വരുന്നതേ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ സാധനങ്ങൾക്ക് വില കുറയും, അതുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് വില കുറയുന്ന കാര്യത്തിൽ ഞങ്ങൾ എല്ലാം ഈ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ സംസ്ഥാനങ്ങളും എതിരല്ല. ഒരു സംസ്ഥാനവും ഈ നികുതി കുറയ്ക്കുന്നതിനെതിരായ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. കാരണം നികുതി കുറയുന്നത് ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ മുൻപത്തെ അനുഭവം നേരത്തെ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ നികുതി കുറവിൻ്റെ ഗുണം കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മളെല്ലാം പരിശോധിച്ച് നോക്കുക, 2, 3, 4 മാസം അല്ലെങ്കിൽ 5-6 മാസം കഴിയുമ്പം നികുതി ആദ്യം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വില കുറയ്ക്കണം. വലിയ തോതിൽ വില കുറയേണ്ടതാണ്. പക്ഷേ ചില ഐറ്റങ്ങൾക്കൊക്കെ വില കുറയ്ക്കും എന്നൊക്കെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. കുറച്ചെണ്ണത്തിൽ വില കുറയുകയും ആദ്യം ചെയ്യും, പിന്നീട് അവർ വില കൂട്ടും. ഇപ്പം തന്നെ ചില കമ്പനികൾ അവരുടെ വില കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇൻഷുറൻസ് പോലെയുള്ളതിന് വില കുറയത്തില്ല എന്നാണ് ഇപ്പം തന്നെ വരുന്ന വാർത്തകൾ. അപ്പോൾ വിലക്കുറവ് യഥാർത്ഥത്തിൽ ടാക്സ് കുറയ്ക്കുന്നതിൻ്റെ ഗുണം ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണല്ലോ പോകുന്നത്. അതിൻ്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടണം, സാധാരണ ആളുകൾക്ക് കിട്ടണം. അതിന് കിട്ടുന്നതിന് പകരം കമ്പനികൾക്ക് ലാഭം കൂടാൻ കാരണമാവാം എന്ന ആശങ്കയുണ്ട്. എല്ലാവർക്കും ആശങ്കയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ അതിപ്പോൾ ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയും. ഇപ്പോൾ കേരളത്തിന് മാത്രം 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം കുറയും. താങ്ങാൻ കഴിയാവുന്നതാണോ? ഈ 8,000-10,000 കോടി കുറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടുന്ന ചികിത്സാ സൗകര്യങ്ങൾ, സ്കൂൾ സൗകര്യങ്ങൾ, നമ്മളിപ്പോൾ ഈ ക്ഷേമ പെൻഷൻ, പിന്നെ റേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ നാട്ടിലെ വികസനത്തിനൊക്കെ പണം വേണം. ഏറ്റവും പ്രധാനം ഈ ക്ഷേമ പെൻഷനും സാധാരണക്കാരുടെ ചികിത്സയും ഇതുണ്ട്. അതിനൊക്കെയുള്ള പണം കുറഞ്ഞാൽ എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും? ഈ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനുള്ള കോമ്പൻസേഷൻ, എത്രയാണോ നഷ്ടം ഉണ്ടാകുന്ന നഷ്ടം കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻകൈയെടുത്ത് ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി തീരുമാനം വന്നിട്ടില്ല. സംസ്ഥാനങ്ങളോടല്ല ഈ കാര്യം ആലോചിച്ചിട്ട് ആണ് ചെയ്തത് എന്ന് ഒരു പ്രസ്താവന കണ്ടത്. സംസ്ഥാനങ്ങളോട് ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ അതിശക്തമായ വ്യത്യസ്ത അഭിപ്രായം ഈ കാര്യങ്ങളിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണ്ടത്ര പഠനം നടത്താതാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സം വരാത്ത തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യണം. അതിന് ചില കോമ്പൻസേഷൻ തരാനുള്ള വരുമാനമുണ്ട്. വളർച്ച എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു വാചകം. രാജ്യത്തിൻ്റെ വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നോട്ട് നിരോധനം വന്നപ്പോൾ വേണ്ടത്ര പഠനം നടത്താതെയായിരുന്നു എന്നൊരു വിമർശനം പോലെ ഇതിനെപ്പറ്റി വിമർശനം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഈ ആശങ്ക എല്ലാ സംസ്ഥാനങ്ങളും അവിടെ ഉന്നയിച്ചു. കേരളമാണെങ്കിൽ ഇത് സംബന്ധിച്ച് ധനകാര്യ കമ്മീഷനെ തന്നെ പോയി കണ്ടു. വീണ്ടും 16ാം ധനകാര്യ കമ്മീഷൻ കണ്ടു. വിവിധ സംസ്ഥാനങ്ങൾ ഇത് കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റിസർവ് ബാങ്ക് നടത്തിയ യോഗത്തിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നികുതി എന്ന് പറഞ്ഞാൽ വലിയ വില കൂടിയ ഐറ്റങ്ങൾക്ക് നികുതി അങ്ങനെ കുറയ്ക്കേണ്ട. വളരെ ചെറിയൊരു ശതമാനം വരുന്ന ആളുകൾക്ക് മേടിക്കുന്ന വളരെയേറെ വിലയുള്ള സാധനങ്ങളുടെ നികുതി കുറച്ചുകയല്ല വേണ്ടത്. ഏറ്റവും സാധാരണക്കാരുടെ ഭക്ഷ്യ സാധനങ്ങളും മരുന്നും ദൈനംദിനം വേണ്ട കാര്യങ്ങൾക്കും നികുതി കുറയ്ക്കണം. ഇതാണ് നികുതിയുടെ യഥാർത്ഥത്തിലുള്ള കാര്യം. വൻ വരുമാനമുള്ളവരുടെ നിന്നും നികുതി കുറച്ച് കൂടുതൽ മേടിച്ച് ഏറ്റവും സാധാരണക്കാർ പ്രയോജനം കിട്ടുക എന്ന് പറയുന്നത് അതാണ്. അതിനൊരു ആശങ്കയുണ്ട്. ഇപ്പോൾ ആശങ്ക ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും BJPയുടെ MP-മാരുടെ യോഗം ഉണ്ടായിരുന്നു, മറ്റെല്ലാം ഉണ്ട്. ജനങ്ങൾ വേണ്ടത്ര ഇതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ഇത് ഗുണം വരുമെന്ന് എന്ന തോന്നൽ BJPക്ക് ഉണ്ടോ എന്ന സംശയമുണ്ട്. ഈ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സ്വാഭാവികമായും വലിയ തുക നഷ്ടം വരുന്നു. ഇതിനെ എങ്ങനെ മേക്ക് ഓവർ ചെയ്യാൻ കഴിയും എന്നുള്ള ബദൽ മാർഗം കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ഈ GSTയുടെ യോഗം നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു. ഉത്രാടത്തിൻ്റെ തലേദിവസമായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഡൽഹിയിലായിരുന്നു ആ യോഗത്തിന്. ഞങ്ങൾ രാത്രി വരെ ആ യോഗം നീണ്ടു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നികുതി പരിഷ്കാരത്തിനെതിരല്ല, പക്ഷേ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നത്. ഞങ്ങൾ ഈ 8 സംസ്ഥാനങ്ങൾ പറഞ്ഞത്, അതിനകത്ത് 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. തൃണമൂൽ കോൺഗ്രസ് LDFന് അനുകൂലമല്ലല്ലോ ബംഗാളിലെ. അവരുമുണ്ട്, പഞ്ചാബുണ്ട്, തമിഴ്നാടുണ്ട്, ജാർഖണ്ഡുണ്ട്. നമ്മളെല്ലാം പറഞ്ഞു സംസ്ഥാനങ്ങൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കണം. ഈ വലിയ നഷ്ടം വരുന്നതിന് പരിഹരിക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഉദാഹരണത്തിന് ഈ ഇപ്പം മാക്സിമം ഉള്ള സിഗരറ്റിൻ്റെ ടാക്സ് ഇപ്പോൾ സംസ്ഥാനത്ത് വരുന്നത് 40%. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 100%-ലധികം ടാക്സ് മേടിക്കുന്ന ഇനങ്ങളാണ് സിഗരറ്റ്, മറ്റ് പുകയില ഇനങ്ങളൊക്കെ. ഇതിൻ്റെ വരുമാനം ഒരു പ്രത്യേക സെസ്സായിട്ട് കളക്ട് ചെയ്യാം. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് പോകുന്നത്. അത് പ്രത്യേകം കളക്ട് ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം വരെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി തീരുമാനം വരുമായിരിക്കും. വന്നില്ലെങ്കിൽ സംസ്ഥാനങ്ങളെല്ലാം വലിയ ദുരിതത്തിലാവും. സംസ്ഥാനങ്ങൾ ദുരിതത്തിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാനീ പറഞ്ഞ പോലെ ആശുപത്രി മരുന്ന് മേടിക്കാനും പണം കണ്ടെത്തണമെന്ന കാര്യത്തിൽ സാധാരണ റോഡ് പണിയാനും ഇല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള പണം. ഇലക്ഷൻ ഗിമിക്ക് തന്നെയാണോ? ഇപ്പോൾ ബീഹാറിലും മറ്റും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പ് സാധാരണഗതിയിൽ ചില കാര്യങ്ങൾ പറയുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നതാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഗിമ്മിക്കല്ല പ്രശ്നം, ഇത് നാട് മുന്നോട്ട് പോകുന്നതിനുള്ളതാണല്ലോ. ഈ സാധാരണക്കാരന് പ്രയോജനം കിട്ടുന്നുമില്ല, അതേസമയം തന്നെ പൊതുമധ്യത്തിൽ വലിയ രീതിയിൽ വില കുറയുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കുകയും ചെയ്തു. വലിയ ഓട്ടോമൊബൈൽ കമ്പനികളൊക്കെ ചില വില കുറച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലവ് കൂടുമെന്ന് പറയുന്നത്, ഇപ്പം അങ്ങനെ ചിലവൊക്കെ കൂടുമെന്നും വിചാരിക്കാൻ പറ്റത്തില്ല. കൺസ്യൂമർ കൂടുതൽ വാങ്ങും എന്ന് കരുതാൻ പറ്റത്തില്ല. കൂടുതൽ മെച്ചപ്പെടട്ടെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. പക്ഷേ പ്രയോഗത്തിൽ മുൻപൊക്കെ ഇത് ചെയ്തപ്പോൾ വലിയ നഷ്ടമാണ്. ലക്ഷ്യം വെക്കുന്നത് സ്വദേശിവൽക്കരണം കൂടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വദേശിവൽക്കരണം വരുന്നില്ല, ഇത് വിദേശത്തു നിന്നുള്ള സാധനങ്ങൾ കൂടുതൽ വരാനൊക്കെ തന്നെയായിരിക്കും. ഇന്ത്യയിലെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചാലല്ലേ ഈ മാറ്റം ഉണ്ടാവും. അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മുൻപത്തെ അനുഭവം നോക്കുമ്പം അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരു ലക്ഷ്യം അതാണ്, സ്വദേശിവൽക്കരണമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കാരണം കൂടുതൽ ഇത്തരത്തിൽ വില കുറയ്ക്കുമ്പോൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇവിടെ ഉണ്ടാകും, വിദേശത്തുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്നുള്ളതാണ്. അല്ല, അതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളിൽ വിദേശത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ പലതും ഉള്ളത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതൊന്നും പിന്നെ മാറ്റം വരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് പോലെ നാടിന് നല്ലതുണ്ടാവണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു, വളരെ ഗുരുതരമായ സ്ഥിതിയാണ്. ഇന്നിപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, വീണ്ടും നമ്മുടെ മേളിലൊരു വെല്ലുവിളി ഉണ്ടല്ലോ. H1B1 വിസയ്ക്ക് ഒരു വർഷം ഏകദേശം ഒരു പുതുക്കലിന് 1 കോടി രൂപ വേണം. 88 ലക്ഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയാൽ ഇനിയും വീണ്ടും അവിടെ പോകണമെങ്കിൽ 1 കോടി രൂപ കൊടുക്കണം 3 വർഷത്തേക്ക് വിസ എടുക്കാൻ. അപ്പോൾ ഈ തരത്തിലുള്ള പല തീരുമാനങ്ങളും വരുന്നുണ്ട്. നമ്മൾ വലിയൊരു ചുറ്റും നിന്ന് നമ്മുടെ നേരെ വരുന്ന ആക്രമണമാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തിയേ പറ്റൂ. അതിനുള്ള ശ്രമം സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒരുമിച്ച് ചെയ്യണം. രാഷ്ട്രീയത്തിൻ്റെ ഒന്നും വ്യത്യാസം അതിലില്ല, രാജ്യത്തിൻ്റെ താല്പര്യമുള്ളൂ. ആ രാജ്യത്തിൻ്റെ താല്പര്യം കൃത്യമായ സാമ്പത്തിക നയം നടപ്പിലാക്കി ഇവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, കൂടുതൽ തൊഴിൽ വരണം. അതിന് സഹായകരമാണോ ഇതെന്നുള്ള സംശയമുണ്ട്. നികുതി കുറയ്ക്കുന്നതിൻ്റെ ആ ഗുണം അത് ജനങ്ങൾക്കാണ് ലഭിക്കേണ്ടത്. സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് സ്വാഭാവിക നീതിയാണ്. അതിന് സംസ്ഥാനങ്ങൾ എതിരല്ല. പക്ഷേ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അത് ഏത് രീതിയിൽ പരിഹരിക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുന്നത്.